ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഒരു ബീഫ് കട്ട്ലറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് 1/2 കിലോ ബീഫ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊട്ടാറ്റോ വേവിച്ചെടുക്കുന്നുണ്ട്. 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ, ആവശ്യത്തിന് ഉപ്പും അത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് നന്നായി വെന്ത് തണുത്തതിന് ശേഷം ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആവാണ്ട് വേണം നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാൻ. ഈ സമയം കൊണ്ട് തന്നെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിൽ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള വഴറ്റി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഒരൽപ്പം കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള എല്ലാം നന്നായി വെന്ത് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മളതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റേതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം ഇത് ഓരോന്നും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടിലോ ഓവലിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഈ കട്ട്ലേറ്റ് ഓരോന്നും ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് അതിനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇവിടെ ഇത് കോട്ട് ചെയ്യാനായിട്ട് ഒരൽപ്പം മൈദയും പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഓരോ കട്ട്ലേറ്റും ആദ്യം മൈദയിലൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മുട്ടയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്യാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം.
ബാക്കിയുള്ളതെല്ലാം തന്നെ അതുപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതാണ് എപ്പോഴും ബെസ്റ്റ്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഓരോ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോട്ടിങ് കരിഞ്ഞു പോകും. ഇതിനെ ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.